ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മന്ന മൊമെൻറ്റ്സ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടോ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ചിക്കൻ കട്ട്ലേറ്റ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം 3 ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്തു. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫുൾ കട്ടാക്കുന്നില്ല, ഒന്ന് ഹാഫ് കട്ട് ചെയ്തിട്ട് ഞാനത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇത് നിങ്ങളുടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ്ട് കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങൊന്ന് വേവിക്കാനായിട്ട് നമ്മൾ വെക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാം, നമ്മൾ ഈ ചിരണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിന് നന്നായിട്ട് അതിൻ്റെ തൊലിയൊന്നും പോവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ക്ലീനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അതാണ്ട് ഇത് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ചില്ലി, ഇതെല്ലാം നമ്മൾ അരിഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ സവോളയാണ് എടുക്കുന്നത്. അതിന് പകരം ചെറുള്ളി ആണെങ്കിലും വളരെ നല്ലതാണ്. അപ്പം അതൊക്കെ അരിഞ്ഞ് നല്ല കുഞ്ഞായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇഞ്ചി, എനിക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചുവന്നുള്ളിയൊക്കെ ആഡ് ചെയ്യാണ്, അതിനൊന്നും കൂടെ ഫ്ലേവർ കൂടും. അപ്പോൾ ഇപ്പം ചുവന്നുള്ളിക്കൊക്കെ എന്തോ വിലയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് സവോളയാണ്. അതുപോലെ കരിയാപ്പില ഇടാം. ഇവിടെ ഞാൻ കരിയാപ്പില ഇടുന്നില്ല, അതിന് പകരം ഞാനിവിടെ ഇപ്പോൾ ഇട്ടേക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അരിഞ്ഞ് ഒരു സൈഡിലേക്ക് വെച്ചു. ഇനി നമ്മുടെ മെയിൻ താരം ചിക്കൻ. ഇതാണ്ട് ഇത് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പം പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. നമുക്ക് കടയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുറേ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടൊക്കെ ഇട്ടായിരിക്കും. നമുക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല. വീട്ടിലിടുമ്പോൾ നല്ലതായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് എന്താ പറയുക ഫില്ല് ചെയ്ത് നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇവിടെ ഞാൻ കുറച്ച് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും ഒരു കുറച്ച് വെള്ളം, എനിക്ക് തോന്നുന്നൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അപ്പം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് പേസ്റ്റ് പോലെ, നമുക്ക് അങ്ങനെ വേണ്ട. വളരെ എന്താ പറയുക, എന്നാൽ നന്നായിട്ടത് അരഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വേവിച്ചെടുത്തു. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരു 2-3 അടി ക്രഷ് ചെയ്തിട്ട് എടുത്തോളൂ. ഇനി ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ചിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ചൂടോടെ തന്നെ ജസ്റ്റ് ഒന്ന് നമുക്കതിൻ്റെ പീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടിലെടുത്തിട്ട് ഞാനിതിവിടെ ക്ലീൻ ചെയ്യുകയാണ്. കണ്ട് എന്ത് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. ചിരണ്ടും നമുക്കറിയാം അത് അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല അല്ലേ. അപ്പോൾ അതാണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ നന്നായിട്ട് പീൽ ചെയ്തെടുത്തിട്ട് ശേഷം നന്നായിട്ട് സ്മാഷ് ചെയ്യുകയാണ്. നന്നായിട്ട് സ്മാഷ് ചെയ്ത് അത് ഞാനൊരു സൈഡിലേക്ക് വെച്ചു. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബ്രെഡ്. ഇവിടുത്തെ ഒരു മെയിൻ താരമാണ് ഇതിനകത്ത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നൊരു മിൽക്ക് ബ്രെഡാണ്. ഇതൊരു 8 പീസസോളം ഞാൻ എടുക്കുന്നുണ്ട്. അത്രയും മതിയാകും. അപ്പം അതും എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഒത്തിരി വളരെയായിട്ട് എന്താ പറയുക പേസ്റ്റ് പോലെ ആയിപ്പോകില്ല. പിന്നെ മിക്സിയുടെ ജാർ നന്നായിട്ട് തുടച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, അതെല്ലാം വെച്ചതിന് ശേഷം ഇനി ഞാൻ പാൻ വെച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. എണ്ണ ഒഴിച്ച് കടുകിട്ടു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കാൻ പോകണം. അതോടൊപ്പം കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും ഇത്തിരി ഉപ്പും ഇട്ട് നന്നായിട്ട് അത് വഴറ്റി. ഇനി നമ്മുടെ ചിക്കൻ വേവിച്ച പാത്രമുണ്ടല്ലോ അതിനകത്തോട്ട് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് മസാലയുടെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തന്നെയാണ് ഞാനെല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിക്കൻ അരച്ചതും ചിക്കൻ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതിട്ടു. ഇനി അതോടൊപ്പം നമ്മുടെ സ്മാഷ് പൊട്ടറ്റോ അതിനകത്തിട്ടു. ഇനി നമ്മുടെ മസാല ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി അതും എല്ലാം കൂടെ ഇതിനകത്തിടും. ഓക്കെ, ഈ കട്ട്ലേറ്റിന് വളരെ ടേസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ബ്രെഡ് ക്രംസ്. അതായത് ഈ ബ്രെഡ് ക്രംസ് ഇടുമ്പോഴത്തേക്ക്
കുറച്ച് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഇട്ടു. ഇനി അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ മല്ലിയിലയും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തു. പിന്നെ കരിവേപ്പില ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. കരിവേപ്പില ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അതായത് ഞാനിവിടെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂണ് ഓളം ഇടുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെല്ലാം ഇട്ടു. ഇനി കുറച്ചൊരു എനിക്ക് കുരുമുളക് പൊടിയുടെയും ഒക്കെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ കുരുമുളക് പൊടി, ഇഞ്ചി അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ. ഓക്കെ, അപ്പം ഞാനിവിടെ കുറച്ചും കൂടെ കുരുമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തവിയും കൊണ്ട് ഇളക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ കൈയും കൊണ്ട് നല്ല വൃത്തിയാക്കി കൈ കൊണ്ട് ഇളക്കുന്നതാണ്. അതിനൊരു പ്രത്യേക ഒരു രുചി നൽകും അല്ലേ, കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്തു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അധികം വെള്ളം കൂടിപ്പോകരുത് കേട്ടോ. അപ്പോൾ അതേണ്ട ഇനി അടുത്ത താരമാണ് നമ്മുടെ മുട്ട. ഇവിടെ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയുടെ ആവശ്യം വേണ്ടി വന്നിരുന്നില്ല. ഓക്കെ, എനിവേ രണ്ടെണ്ണമാണെങ്കിലും മതിയാകും. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക മഞ്ഞയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നല്ല, അങ്ങനെ ആവരുത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് അടുത്ത മെയിൻ ആൾ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഓരോ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഇളക്കി വെച്ചിരുന്നില്ലേ അതിങ്ങനെ എടുത്ത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതാണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു 19 കഷ്ണത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പാൻ വെച്ച് എണ്ണയും ചൂടാക്കാൻ വെച്ചു. അപ്പോൾ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ എഗ്ഗിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കോട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നടുക്കോട്ടിടരുത്, അതിൻ്റെ ഒരു സൈഡിൽ വെച്ച് നീറ്റായിട്ട്. അപ്പം നടുക്കിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബ്രെഡ് ക്രംസിൽ നമ്മൾ ഇതിൻ്റെ മുട്ടയുടെ ഈർപ്പം വന്നിട്ട് അത് കട്ടയായിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഇതൊക്കെ ഒരു ആർട്ടല്ലേ, എല്ലാം ഒരു കലകളല്ലേ. അപ്പം കുക്കിംഗ് ഒരു കലയാണ്. അപ്പോൾ നമ്മൾ സൈഡിൽ വെച്ച് ഓരോന്നും നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുത്ത് ഓരോന്നോരോന്ന് മാറ്റി വെച്ചു. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ. അപ്പം എല്ലാം എന്താ പറയുക ഇതിൻ്റെ എഗ്ഗിൻ്റെ എന്താ പറയുക നമ്മുടെ ക്രംസില്ലേ ബ്രെഡ് ക്രംസ് അത് അങ്ങ് കട്ടയായി പോകത്തില്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്നാണ് ചെയ്യുവാണെങ്കിൽ നമുക്കത് എല്ലാം ഇത്രയും മതി, ഒരു 8 പീസസ് ധാരാളമാണ്. അപ്പം അതുപോലെ തന്നെ 3 മുട്ടയുടെ ആവശ്യം വന്നില്ല, 2 മുട്ട മതി. അപ്പം ഞാനിവിടെ എല്ലാം കോട്ട് ചെയ്തു. അങ്ങോട്ട് കുറച്ചൊരു എനിക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം എനിക്കൊരു 6-7 പീസ് അത് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ ഏതാണ്ട് കട്ട്ലേറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനൊരു ആദ്യം ഇട്ടതിന് ശേഷം ആദ്യം നന്നായിട്ട് ഓയിൽ ബോയിൽ ചെയ്തു വരുമ്പോൾ എനിക്ക് നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ടു. അതിന് ശേഷം ആണ് നമ്മുടെ കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. കഴിച്ചവരൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജെഹോവ ഷാലോം.